ഹലോ ഗൈസ്, റിംപോച്ചയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ലോ ആണ്. ഹലോ ഗൈസ്, തലയാട്ടിയ. ഹലോ ഗൈസ്, റിംപോച്ചയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ അൾട്ടിമേറ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ. എന്താ ഐഫോണിന് പോലും വലിയൊരു സ്മാർട്ട് ഫോണുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. പിക്സൽ 7 Pro ബെസ്റ്റ് ഓപ്ഷൻ. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫോണിലിപ്പുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, ഇതിനകത്ത് ചാർജർ ഒന്നും വരുന്നില്ല. പിന്നെ വരുന്നത് ഇതിൻ്റെ യൂസർ ഗൈഡാണ്. ടൈപ്പ് സിയുടെ ഒരു ഓപ്റ്റിജ് അഡാപ്റ്ററാണ്. പിന്നെ വരുന്നത് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളും കൂടെ. ഫോണിൻ്റെ ഡിസൈൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും ഒരു പ്രീമിയം ഫീലുമാണ് നൽകുന്നത്. കൂടാതെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഗൊറില്ല ഗ്ലാസ് വിക്ടെക്സിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടിയ ഗ്ലാസ് ആണ്, തറയിൽ വീണാലും പെട്ടെന്നൊന്നും പൊട്ടില്ല എന്ന് പറഞ്ഞ് ഇടല്ലേ. പുറകിലായിട്ട് വരികയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറയുടെ പ്രൊട്ടക്ഷന് വേണ്ടി അലുമിനിയത്തിൻ്റെ ഒരു ഫ്രെയിമും നൽകിയിട്ടുണ്ട്. പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വരികയാണെങ്കിൽ താഴെ സ്പീക്കർ ഗ്രില്ല് നൽകിയിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് USB ടൈപ്പ് സി പോർട്ടാണ് കൊടുക്കുന്നത്. ടൈപ്പ് സി പോർട്ട് വന്നിട്ട് 3.2 ആണ്. USB 3.2 ആയതുകൊണ്ട് തന്നെ മറ്റുള്ള സ്മാർട്ട് ഫോണിനെ അപേക്ഷിച്ച് ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കൂടുതലായിരിക്കും ഈ ഫോണിന്. ഇത് റൈറ്റ് സൈഡ് അല്ലേ? റൈറ്റ് സൈഡ് തന്നെ. റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വോളിയം ബട്ടൺസ് നൽകിയിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് ലോക്ക് ബട്ടൺ നൽകിയിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ വരികയാണെങ്കിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടുണ്ട്. സിം ട്രേയിലോട്ട് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ സിംഗിൾ സ്ലോട്ട് സിം ട്രേ ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ സിമ്മിൻ്റെ സപ്പോർട്ട് നൽകുന്നുണ്ട്. ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ കോഡ് HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ഡിസ്പ്ലേയിൽ LTP ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾക്ക് എത്രയാണോ റിഫ്രഷ് റേറ്റ് റിക്വയർ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള റിഫ്രഷ് റേറ്റിലേക്ക് ഇത് ഓട്ടോ സ്വിച്ച് ആകുന്നതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗെയിമൊക്കെ 120 Hz ഒക്കെ ഗെയിമുകളുണ്ട്, ചിലപ്പോൾ 60 Hz ഗെയിമുകളൊക്കെ വരുന്നതാകും. അത് എത്രത്തോളം ഉണ്ടോ ആ രീതിയിൽ ഇത് അഡാപ്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കൂടാതെ യൂട്യൂബിലൊക്കെ നമ്മൾ 30 Hzഉം 60 Hzലൊക്കെ വീഡിയോ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ഇത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവുന്നതാണ്. ഫോണിൻ്റെ വോയിസിലോട്ട് വരികയാണെങ്കിൽ ഗൂഗിളിൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 13 സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് നൽകിയിരിക്കുന്നത്. വോയിസിൻ്റെ അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുമാണ് നൽകിയിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ 5 വർഷത്തേക്കൊക്കെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ ഗൂഗിളിൻ്റെ ഫോണായി ഇതിന് 5 വർഷം കൊടുക്കാൻ പറ്റുന്നത് അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. പെർഫോമൻസ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ ഓൺ ചിപ്സെറ്റായ ഗൂഗിൾ ടെൻസർ G2 എന്ന ചിപ്സെറ്റാണ് നൽകിയിരിക്കുന്നത്. ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ചിപ്സെറ്റൊന്നും അല്ല. പറയണമല്ലേ? സാമാന്യം ഭേദപ്പെട്ട പെർഫോമൻസ് ഒക്കെ നൽകുന്നുണ്ടെങ്കിലും ഗെയിമേഴ്സിന് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് അത്രയ്ക്ക് ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഫോണല്ല. സ്റ്റോറേജ് ടൈപ്പിലോട്ട് വരികയാണെങ്കിൽ 128 GB സ്റ്റോറേജാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റാം ടൈപ്പിലോട്ട് വരികയാണെങ്കിൽ LPDDR5X റാമും സ്റ്റോറേജ് ടൈപ്പിലോട്ട് വരികയാണെങ്കിൽ UFS 3.1 ആണ് നൽകിയിട്ടുള്ളത്. കണക്ടിവിറ്റിയിലോട്ട് വരികയാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വെർഷൻ നൽകുന്നത്. കൂടാതെ NFC-യുടെ സപ്പോർട്ട് നൽകുന്നുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈക്ക് പകരം ഇവിടെ നൽകുന്നത് ട്രൈ ബാൻഡ് വൈഫൈ ആണ്. ക്യാമറയായിട്ട് പറഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ക്യാമറ വന്നിട്ട് 50 മെഗാപിക്സലിൻ്റെ f1.9 അപ്പർച്ചർ വിത്ത് OISൻ്റെ സപ്പോർട്ടും കൂടിയാണ് വരുന്നത്. സെക്കൻഡറി ക്യാമറയായിട്ട് വന്നിരിക്കുന്ന 48 മെഗാപിക്സലിൻ്റെ f3.5 അപ്പർച്ചറിൽ ടെലിഫോട്ടോ ലെൻസാണ്. അത് 5x ഒപ്റ്റിക്കൽ സൂം വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തേർഡ് ക്യാമറ വന്നിട്ട് വരുന്നത് 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചർ ഉള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ 4K 60 FPS-ലും 30 FPS-ലും ഷൂട്ട് ചെയ്യാൻ കഴിയും. കൂടാതെ ഫുൾ HDയും 30 FPS-ലും 60 FPS-ലും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷനും സപ്പോർട്ടുണ്ട്.
ഫ്രണ്ട് ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ 10.8 MB ഒരു f2.2 അപ്പർച്ചറുള്ള ഒരു സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് വീഡിയോ നമുക്ക് 4K at 60 FPS-ലും 30 FPS-ലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫൈനലി ബാറ്ററി സൈഡിലോട്ട് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സപ്പോർട്ടിനായി 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകി. ഫൈനലി ബാറ്ററി സൈഡിലോട്ട് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് 30 വാട്ടിൻ്റെ ഒരു ചാർജർ നൽകിയിട്ടുണ്ട്. ബോക്സിൽ പക്ഷേ ചാർജർ ഇല്ല. കറക്റ്റ് ആണല്ലോ. ബോക്സിൽ പക്ഷേ ചാർജർ ഇല്ല. അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. പിന്നെ വന്നിട്ടുള്ളത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് വയർലെസ് ചാർജിൻ്റെ സപ്പോർട്ടുണ്ട്. കൂടാതെ റിവേഴ്സ് വയർലെസ് ചാർജിൻ്റെ സപ്പോർട്ട് നൽകുന്നുണ്ട്. ഓവറോൾ ഈ ഫോൺ നമുക്ക് കിട്ടിയിട്ട് കുറച്ച് മണിക്കൂറുകളേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെയൊക്കെ ഒരു പ്രോ മോഡലൊക്കെ എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് അതിലും കുറഞ്ഞ പൈസയിൽ നല്ലൊരു ക്യാമറ സെൻട്രിക് ഫോണാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് പരിഗണിക്കാവുന്നതാണ്. കറക്റ്റല്ലേ?